യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതായ വേദഭാഗങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായുള്ള ബോധ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ ആ ചിന്ത, അബ്രഹാം ദൈവത്തിൽ തൻ്റെ നിക്ഷേപം സ്വരൂപിച്ചിരുന്നതുകൊണ്ട് തനിക്ക് കടന്നു വരുന്നതായ ആ ഒരു ഓഫറുകൾ, വാഗ്ദത്തങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ തനിക്ക് സമാനമായി തരുന്ന കാര്യങ്ങളിൽ പോലും ദൈവഹിതപ്രകാരം ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും പ്രതികരിക്കുവാനും അബ്രഹാമിന് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെ ദൈവത്തിൽ ആഴമേറിയ വിശ്വാസവും, ദൈവമാണ് എന്നെ അനുഗ്രഹിക്കുന്നത്, അതേ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ കടന്നു വരുന്നതായ കാര്യങ്ങളുടെ മുമ്പാകെ ശരിയായ തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും നമുക്കറിയാം, ശരിയായ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാത്തതായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇനി അഥവാ നമ്മളൊരു തീരുമാനം എടുത്തെങ്കിൽ പോലും ആ തീരുമാനം ശരിയായില്ല എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ തീരുമാനം എടുത്തതിലൂടെ നമുക്ക് സംഭവിക്കുന്നതായ കഷ്ടനഷ്ടങ്ങളിലൂടെയോ പ്രയാസങ്ങളിലൂടെയോ അതിനകം നമ്മൾ പോയി കഴിയും. എന്നാൽ ഇന്ന് നമ്മൾ ഈ ദൈവവചനത്തിലൂടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓരോരുത്തരും അബ്രഹാം എപ്രകാരമായിരുന്നോ അതുപോലെ ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുന്നെങ്കിൽ, അതെ അതുപോലെ തന്നെ മനുഷ്യരോടുള്ള നമ്മുടെ ഇടപെടലുകളിൽ ആയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കൂടുതൽ വ്യത്യാസപ്പെടുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് കടന്നു വരുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു, അബ്രഹാമിനോട് ദൈവം പറഞ്ഞതായ ആദ്യത്തെ വാചകം, അബ്രഹാമേ ഭയപ്പെടേണ്ട. നമുക്കറിയാം, വിശുദ്ധ വേദോസത്തിൽ ഉടനീളം തന്നെ ദൈവം ഭയപ്പെടേണ്ട എന്ന് പറയുന്നതായ അനേക സന്ദർഭങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അനേക ദൈവദാസന്മാരും പ്രസംഗിക്കുമ്പോൾ ഇപ്രകാരം പറയാറുണ്ട്, 365 പ്രാവശ്യം വിശുദ്ധ ബൈബിളിൽ ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 365 ദിവസവും ദൈവം നമ്മോട് പറയുന്നു ഭയപ്പെടേണ്ട. എന്തുകൊണ്ടാണ് ദൈവം ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്? നമുക്കറിയാം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിയന്ത്രണമുള്ള ഒരാൾക്ക് മാത്രമേ ഭയപ്പെടേണ്ട എന്ന് മറ്റുള്ളവരോട് പറയാൻ സാധിക്കുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിലും അതുപോലെ നമ്മളോട് സംസാരിക്കുന്നതായ ആളുകളുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു, മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം തന്നെ പരിമിതികളുള്ളതായിരിക്കും, ലിമിറ്റഡ് ആണ്. നമ്മെ ആൾക്കാർക്ക് സഹായിക്കാൻ കഴിയുന്നതായ ചില പരിധികളുണ്ട്. ആ പരിധികൾക്കപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം നമ്മളോട് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ അത് പരിമിതമായ അല്ലെങ്കിൽ പരിധിയുള്ളതായ മനുഷ്യനെ പോലല്ല, മറിച്ച് ദൈവത്തിനാൽ സകലവും സാധ്യമാകും എന്നുള്ളതായ ആ ഒരു തിരിച്ചറിവിലൂടെ അതേ ദൈവം നമ്മളോട് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കുവാനും അതിൽ നമുക്ക് സന്തോഷിക്കുവാനും സാധിക്കും. വിശുദ്ധ ബൈബിളിൽ എവിടൊക്കെയാണോ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് അവിടെ എല്ലാം തന്നെ ആ ഭയങ്ങൾ അസ്ഥാനത്താണ്. അതായത് ആ ഭയങ്ങളിൽ നിങ്ങൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ആ ഭയം നീക്കാനുള്ള കാര്യം ദൈവം ചെയ്തിട്ടാണ് പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയോടും ദൈവത്തിന്റെ വചനം പറയുന്നു ഭയപ്പെടേണ്ട. നമ്മൾ റോമാലേഖനത്തിൽ തന്നെ വായിക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വായിച്ച വേദഭാഗമാണ്, നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രന്റെ, അതേ സ്വപുത്രന്റെ ആത്മാവിനെത്രേ നിങ്ങൾ പ്രാപിച്ചത്. അപ്പോൾ നമ്മൾ ഭയപ്പെടാതിരിക്കുവാൻ തക്കതായി ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. അതേപോലെ തന്നെ ആ ആത്മാവ് സ്വപുത്രന്റെ ആത്മാവാണെന്നും അതേപോലെ തന്നെ പുത്രത്വം അതിലൂടെ ദൈവം നമുക്ക് നൽകിയെന്നും നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നു. അങ്ങനെ ആ പുത്രത്വത്തിലേക്ക് വന്നവരായ നമ്മൾ ഓരോരുത്തരും ഭയപ്പെട്ടു പോകത്തില്ല. കാരണം ദൈവം നമുക്ക് പിതാവായിട്ടുണ്ട്, ദൈവം നമ്മെ സഹായിക്കാനുണ്ട്. അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടാണ് നമ്മളോട് പറയുന്നത് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. ഇവിടെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം പറയുന്നതായി ഈ ഒരു വാചകത്തിൽ തന്നെ അബ്രഹാമിൻ്റെ അപ്പോഴത്തെ അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, താൻ 4 രാജാക്കന്മാരുടെ ഒരു സഖ്യത്തെ ഏകദേശം 318 അഭ്യാസികളുമായി മാത്രം പോയി അബ്രഹാം അവരെ പരാജയപ്പെടുത്തിയപ്പോൾ അബ്രഹാം ഒരു റിറ്റാലിയേഷൻ, ഒരു തിരിച്ചടി അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്.
എന്നാൽ ഈ തിരിച്ചടി അവൻ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, അവന് ഓഫർ ചെയ്യപ്പെട്ടതായ വലിയ ഒരു സാമ്പത്തികമായ പ്രതിഫലം അവൻ നിഷേധിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഭാവിയിൽ വരാൻ പോകുന്നതായ പ്രശ്നങ്ങളുടെ നടുവിൽ തനിക്ക് വേണ്ടതായ പണം അല്ലെങ്കിൽ ധനം, സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചോ, അതേപോലെ തന്നെ താൻ തോൽപ്പിച്ചതായ ആ 4 രാജാക്കന്മാർ തിരിച്ചു വന്ന് ആക്രമിക്കോ എന്നുള്ളതായ ഈ ഭയങ്ങളാലും ഈ ഉത്കണ്ഠകളാലും അബ്രഹാം നിറഞ്ഞപ്പോൾ ദൈവം അവനെ സന്ദർശിച്ച് പ്രത്യക്ഷമായിട്ട് പറയുന്ന ആദ്യ വാചകം ഭയപ്പെടേണ്ട. കാരണം അബ്രഹാം ഭയപ്പെടുവാൻ കഴിയാത്ത തരത്തിലുള്ളതായ പ്രവൃത്തികളെ ദൈവം ചെയ്തിട്ടാണ് പറയുന്നത്, അബ്രഹാമെ ഭയപ്പെടേണ്ട. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ, അല്ല ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, ഇതേപോലെയുള്ള ഒരു വാക്യം നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യമായി തീർന്നാൽ, നിങ്ങൾ അവിടെ വിശ്വസിക്കേണ്ടത് നിങ്ങൾ ഭയപ്പെടാതിരിക്കുവാൻ തക്കതായ പ്രവൃത്തി ദൈവം ചെയ്തിട്ടാണ് ആ സന്ദേശം നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ഭയപ്പെടുന്നില്ലെങ്കിൽ, സാധാരണ ഒരു മനുഷ്യന് ഭയപ്പെട്ടു പോകേണ്ടത്, പക്ഷേ നിങ്ങൾ ഭയപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിൽ ആ ദൈവപ്രവൃത്തി ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. ഈ ആത്മീയമായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിശ്വാസത്താലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അബ്രഹാം താൻ വിശ്വാസത്താൽ മനസ്സിലാക്കുന്നു, അതേ, ദൈവം എൻ്റെ ഭയങ്ങളെ പൂർണ്ണമായി എടുത്തു മാറ്റത്തക്കവണ്ണം പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതായ ആ ഉറപ്പുള്ള വിശ്വാസം അബ്രഹാമിനുണ്ട്. എന്തെങ്കിലും കണ്ടിട്ടല്ല അബ്രഹാം വിശ്വസിക്കുന്നത്. അതേ, എബ്രായ ലേഖനം 11:1 നമ്മൾ വായിക്കുന്ന പോലെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഒന്ന് ആശിക്കുക. എന്താശിക്കുക? ദൈവത്തെ നമ്മൾ കേന്ദ്രമാക്കിക്കൊണ്ട് ദൈവത്തിലൂടെ തന്നെ നമ്മൾ ആശിക്കുക. ദൈവത്തിലൂടെ നമുക്ക് എല്ലാം ആശിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതേ, അബ്രഹാമിനെ പോലെ. അബ്രഹാം എന്താണ് ആഗ്രഹിച്ചത്? അബ്രഹാം ആഗ്രഹിച്ചത് ഒരു ഐശ്വര്യമായിരുന്നു. അബ്രഹാം ആഗ്രഹിച്ചത് ഒരു രാജ്യമായിരുന്നു. അബ്രഹാം ആഗ്രഹിച്ചത് ഒരു സന്തതിയായിരുന്നു. നോക്കൂ, ഈ കാര്യങ്ങളെല്ലാം തന്നെ അബ്രഹാം ആഗ്രഹിച്ചപ്പോൾ ആ ആഗ്രഹത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി അബ്രഹാം ദൈവത്തെങ്കിലേക്കാണ് തന്റെ മനസ്സുയർത്തുന്നത്. ദൈവത്തെങ്കിലേക്കാണ് അവൻ കടന്നു വരുന്നത്. കാരണം അതേ, ദൈവത്തിന് മാത്രമേ തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ള ആ വിശ്വാസത്തോടുകൂടി നിൽക്കുന്ന അബ്രഹാമിന് അതെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധിച്ചപ്പോൾ, അബ്രഹാമിനോട് ദൈവം പറയുന്നതായ ഇങ്ങനെയുള്ള വചനങ്ങളിൽ പോലും അബ്രഹാം വ്യക്തമേറിയ ആ വചനത്തിലൂടെയുള്ള വിടുതൽ അബ്രഹാം അനുഭവിക്കാനിടയായി തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഉത്കണ്ഠകളോ പ്രയാസങ്ങളോ, മുമ്പോട്ട് കടന്നു പോകാൻ കഴിയാതെ വണ്ണമുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ നിങ്ങളുടെ പ്രത്യാശ വെക്കണം. നിങ്ങൾ ദൈവത്തിൽ പ്രതീക്ഷിക്കണം. യേശുക്രിസ്തുവിലൂടെയുള്ള ആ വിടുതലുകളെ നിങ്ങൾ കാണേണ്ടത്, കേൾക്കേണ്ടത് വളരെ ആവശ്യമാണ്. അബ്രഹാം അത് ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതെ, അബ്രഹാം ആഗ്രഹിച്ച പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അബ്രഹാം ദൈവത്തെ തന്നെയാണ് തൻ്റെ പ്രത്യാശ വെച്ചത്. തൻ്റെ നാളുകളെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ആ പ്രത്യാശയാൽ അബ്രഹാം മുന്നോട്ട് പോയപ്പോൾ, അതെ, തക്ക സമയങ്ങളിൽ ദൈവം അവനു വേണ്ടി പ്രത്യക്ഷപ്പെട്ട് അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് ദൈവം ഇപ്രകാരം സംസാരിക്കുവാൻ, അതേ, നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ. നോക്കൂ, ദൈവത്തിന്റെ ആ ശബ്ദം അബ്രഹാമിനെ എത്രത്തോളം രൂപാന്തരപ്പെടുത്തി. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് പറയത്തക്കവണ്ണം അബ്രഹാം ഈ കാര്യങ്ങളെ വിശ്വസിക്കുന്നു. ദൈവം എന്നോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഹീ ഈസ് ഇൻ കൺട്രോൾ. അവൻ ആണ് എൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തി. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടു പോകണ്ട. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുത്തു. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകണ്ട എന്നുള്ളതാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഭയപ്പെടേണ്ട എന്ന് പറയുന്നതായ അനേക സ്ഥലങ്ങളുണ്ട് എന്നുള്ളതും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. 1-2 വാക്യങ്ങൾ അത് സംബന്ധിച്ച് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീം വരെ ഇനി ഒരു നാളും കാണുകയില്ല. നോക്കൂ, എന്താണ് പറയുന്നത്? മോശ ജനത്തോട് പറയുന്നു, ഭയപ്പെടേണ്ട. അങ്ങനെയാണെങ്കിൽ ആ ജനം ഭയന്നു വിറച്ചു. നമുക്ക് ഈ ഒരു രംഗം വളരെ വ്യക്തമായി അറിയാം. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്നും അതേ വാഗ്ദത്ത കനാനിലേക്കുള്ള ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ, അതേ, അവർ ഒരു ചെങ്കടലിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു.
ചെങ്കടലിന് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്? ആ ഒരു റൂട്ടിൽ നിന്ന് മാറിപ്പോകാനാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം അവരോട് കൂടെ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണുമായി ഒരു GPS കൊണ്ടുപോകുന്ന പോലെ ഈ ജനത്തെ കൊണ്ടുപോകുമ്പോൾ ഈ ചെങ്കടലിന്റെ അടുക്കിലേക്ക് തന്നെയാണ് ദൈവം ഈ ജനത്തെ കൊണ്ടുവരുന്നത്. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ, ദൈവമേ എന്തുകൊണ്ടാണ് നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്? ഇവിടേക്കല്ലാതെ മറ്റൊരിടത്തേക്ക് എന്നെ കൊണ്ടുപോയി കൂടാഞ്ഞോ? എന്തുകൊണ്ടാണ് കർത്താവെ ഞാൻ ഈ വീട്ടിൽ വന്നത്? എന്തുകൊണ്ടാണ് കർത്താവെ എന്നെ മറ്റൊരു വീട്ടിലേക്ക് അയക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് കർത്താവെ ഞാൻ ഇങ്ങനെയുള്ള ഒരു ജോലി സ്ഥാനത്ത് വന്നത്? ഇവിടെ അല്ലാതെ നീ എന്നെ മറ്റൊരിടത്തേക്ക് അയക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ എവിടേക്ക് ദൈവം അയക്കുന്നുവോ അവിടെ എല്ലാം തന്നെ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കുക എന്നുള്ളത് മാത്രമല്ല ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത്, മറിച്ച് നിങ്ങളെ കൂടുതൽ ഫലപ്രാപ്തിയുള്ളവരായി തീർക്കുക എന്നുള്ളതും ദൈവത്തിന്റെ പ്ലാനാണ്. അതേ ദൈവരാജ്യത്തിന് നിങ്ങൾ പ്രയോജനപ്രദമായി തീരണം എന്നുള്ളതും ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ചോദ്യങ്ങളെ കേൾക്കാതെ തന്നെ ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവൻ വ്യക്തമായ ചില തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെയുള്ള ഒരു തീരുമാനമായിരുന്നു ഈ ജനത്തെ ചെങ്കടലിന്റെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അവിടെ ചെന്നപ്പോൾ ജനമെല്ലാം ഭയപ്പെട്ടു പോയി. ആ ഭയത്തിൽ അവർ സംസാരിച്ചതായ അനേക വാക്കുകളുണ്ട്. ഞങ്ങളെ ഇവിടെ കൊല്ലുവാനാണ് കൊണ്ടുവന്നത്, അവരുടെ ആഹാരത്തെക്കുറിച്ച് അവരോട് പ്രതിപാദിക്കുകയുണ്ടായി. ഇങ്ങനെ പല വിഷയങ്ങളും അവർ സംസാരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ നോക്കൂ, ഇവിടെ ദൈവം മോശയോട് സംസാരിച്ചു. മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. അതിൻ്റെ അർത്ഥം ഇന്ന് നിങ്ങൾക്ക് രക്ഷയുണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ പറയുമ്പോഴും ഈ രക്ഷയുടെ യാതൊരു സൂചനയും അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. പക്ഷേ കർത്താവ് അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവർ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഈ ചെങ്കടലിന് മുമ്പിൽ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത് വെറുതെയല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനുണ്ട്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. വളരെ പ്രധാനപ്പെട്ട വാക്യം, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യം കൂടാണത്. ഇന്ന് കണ്ട മിസ്രൈമ്യനെ ഇനി ഒരു നാളും കാണുകയില്ല. അതിൻ്റെ അർത്ഥം ഇനി നിങ്ങൾ അതോർത്ത് പ്രയാസപ്പെടേണ്ട. മിസ്രൈമിനെ ഓർത്ത് മിസ്രൈം നിങ്ങളെ വിഴുങ്ങിക്കളയുമെന്ന് ഓർത്ത് നിങ്ങൾ പ്രയാസപ്പെട്ടു പോകണ്ട. മറിച്ച് ഇന്ന് കാണുന്നതായ മിസ്രൈമിനെ ഇനി മേലാൽ കാണുകയില്ല. ഇത് വിശ്വാസത്തിൻ്റെ ഒരു വാക്കാണ്. അതേ ദൈവം ചെയ്തിട്ടല്ല പറയുന്നത്, ചെയ്യാൻ അവൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവം മോശ മുഖാന്തരം ജനത്തോട് പറയുന്നത്, ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി മേലാൽ കാണുകയില്ല. നടന്നു. അത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രരേഖയായിട്ടും അവിടെ അവശേഷിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? അതെ, ആ മിസ്രൈമ്യർ ഫറവോന്റെ നേതൃത്വത്തിൽ ഈ ജനത്തെ പിടിച്ച് വീണ്ടും അടിമകളാക്കി കൊണ്ടുവരാൻ വേണ്ടി അവർ ചെങ്കടലിന്റെ നടുവിലൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിനു മുമ്പായി ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ ആ നടുവിലൂടെ അക്കരയ്ക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഈ ജനമെല്ലാം അക്കരെ കയറിയ സമയത്ത് ദൈവം ഒരു വലിയ കാറ്റടിപ്പിച്ച് ആ സമുദ്രത്തിന്റെ രണ്ട് ഭാഗത്തും ചിറപോലെ കെട്ടിയിരുന്നതായ വെള്ളത്തെ കൂട്ടിയോജിപ്പിച്ചപ്പോൾ അന്ന് ആ ഫറവോന് സംഘവും ഇസ്രായേൽ ജനം അന്ന് കണ്ട ആ മിസ്രൈമിനെ മേലാൽ അവൻ ഇല്ലാതാക്കി മാറ്റി. ഇനി മിസ്രൈം അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള വ്യക്തമായ സൂചന നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ മിസ്രൈമുകളെയും ദൈവം തീർച്ചയായിട്ടും മാറ്റും. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിൽ വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ദൈവരങ്ങളിലേക്ക് നിൽപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ആ ഭയത്തെ ഞങ്ങളുടെ സ്ഥാനത്തു നിന്ന് മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം ഇടുവാൻ ആഗ്രഹിക്കുന്നതായ ഭയത്തിൻ്റെ ആത്മാവിനെ ദൈവമേ അവയെ ജയിപ്പാൻ തക്കോണം അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇന്ന് ഈ വചനത്തിനു മുമ്പാകെ സമർപ്പിക്കുന്ന, തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ദൈവം നമ്മുടെ ഭയങ്ങളെ മാറ്റുവാൻ തക്കതായ പ്രവൃത്തി ചെയ്തിട്ടാണ് അവൻ പറയുന്നത്. നിങ്ങൾ ഭയപ്പെട്ടു പോകണ്ട. ധാരാളം വാക്യങ്ങൾ എനിക്ക് വായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സമയത്തിൻ്റെ ആ പരിമിതി കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ.